റാന്നിയിൽ ടൗണിൽ വെള്ളം കയറിയ പ്രദേശങ്ങളാണ് ബോട്ടുകൾ മന്ത്രിയും എത്തിക്കാൻ സംഘവും വേണ്ടിയിട്ട് സന്ദർശിക്കുന്നത്. സമീപ ജില്ലകളിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റണം എന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആളുകളെ മാറ്റുന്നുണ്ട്. ഇനിയും അത് പരിശോധിച്ച് മാറണം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത് മാധ്യമങ്ങളിൽ കൂടി പറയുകയാണ്. ഓരോരുത്തരെയായി കണ്ടു പറയാൻ കഴിയാത്തതുകൊണ്ട് ലോക്കൽ ബോഡികളും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രാദേശിക ഭരണകൂടത്തിനാണ് കൂടുതലായി അറിയാവുന്നത്. അവിടെയുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ ക്യാമ്പുകൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ ഞാൻ തന്നെ വന്നു പങ്കെടുത്ത ജില്ലാതല അവലോകന യോഗം ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് അവരെ മാറ്റണമെന്ന് ഈ മാധ്യമങ്ങളിൽ കൂടി ലോക്കൽ ബോഡിയുടെ ചുമതലയുള്ള എല്ലാവരെയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനത്തെയും അറിയിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെയുള്ള സ്ഥിതിയെ ഒന്ന് വിലയിരുത്താൻ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. കളക്ടറുടെയും MLA-യുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. റാന്നിയിൽ വെള്ളം കയറിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് മന്ത്രി PC വിശ്വനാഥ് അടക്കമുള്ള സംഘം. തുടർ നടപടികൾ, സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ, കൂടിയാലോചനകൾ നടത്താൻ കൂടുതൽ യോഗം ചേരുമെന്ന് കൂടി മന്ത്രി വ്യക്തമാക്കുകയാണ്.